ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമുക്കിത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ പീസ് ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാൻ കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 5 പീസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ നിന്ന് പതഞ്ഞ് പൊന്തി വരാതിരിക്കാൻ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3 വിസിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസും ചിക്കനും ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടും വിധത്തിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പു, അതേപോലെ തന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച്, എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു പിഞ്ചളവിൽ പെരിഞ്ജീരകം, അതിനോടൊപ്പം തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, പെരിഞ്ജീരകവും കുരുമുളകും നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളിയും കൂടെ ചതുക്കി എടുത്തിട്ടുള്ളതാട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വെന്ത് വരും വിധത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ നമ്മളൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആവിയിൽ നല്ല പോലെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടില്ല. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ ചിക്കന് കൈ വെച്ചൊന്ന് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് എക്സ്ട്രാ മസാലകളൊന്നും ചേർത്തെടുത്തിട്ടില്ല. നമ്മൾ അരപ്പിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാലയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഒരു എഗ്ഗ് നമ്മൾ ചെറിയതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ മസാലകളൊന്നും ചേർത്തെടുത്തിട്ടില്ല. ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല നമ്മൾ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം ഏതെങ്കിലും ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തെടുക്കാം കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് നെയ്യ് ചേർത്തെടുക്കുമ്പോഴാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇടിയപ്പത്തിനും അപ്പത്തിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുറുമക്കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമക്കറിയുടെ കൂടെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി പഞ്ഞപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തന്നെ ഇതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ പീസ്
ചിക്കൻ കുറുമ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു